ആധുനിക തലമുറ ഒറ്റയ്ക്കാകാൻ ഒതുങ്ങി മാറുന്ന അവസ്ഥയാണ് നമ്മളിന്ന് കാണുന്നത്. ഒറ്റയ്ക്കാണെങ്കിലും ഒരു പറ്റം മനുഷ്യർ ഒപ്പമുണ്ട്. പക്ഷേ ആർക്കും ആരോടും കടപ്പാടും സഹകരണവും പരസ്പരമുള്ള തിരിച്ചറിവും ഇല്ലെന്നായിരിക്കും. പണ്ട് സ്വന്തം വളർച്ചയ്ക്കായി ചുറ്റുമുള്ളതെല്ലാം സ്വന്തം കാൽച്ചുവട്ടിലേക്ക് വെട്ടിക്കൂട്ടുന്ന തന്ത്രം പ്രാബല്യത്തിലായതുപോലെ സ്വന്തം കാലിൽ നിൽക്കണമെന്ന് ആധുനിക തലമുറ പറയുന്നതിലെ അപകടം തിരിച്ചറിയാതെ പോകരുത്. വിവാഹം വേണ്ടെന്നും മക്കൾ വേണ്ടെന്നും പറയുന്ന യുവതയുടെ എണ്ണം നാൾക്ക് നാൾ വർദ്ധിച്ചു വരുന്നു. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിതം പാഴാക്കണമോ സ്വയം അടിച്ചുപൊളിച്ച് ജീവിക്കണമോ എന്ന് സ്വയം ചിന്തിക്കണമെന്ന് ഉപദേശിക്കുന്ന പോസ്റ്റുകൾ പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ കാണാറുണ്ട്. പലപ്പോഴും സോഷ്യൽ മീഡിയകളിലെ ചർച്ചകൾ പോലും അത്തരത്തിലുള്ളതാണ്. ഒന്നിനും കുറവില്ലാത്ത വിധം ജീവിതം എത്തപ്പെട്ടിരിക്കുന്നുവെന്ന തോന്നൽ യുവതലമുറയുടെ തലയ്ക്ക് പിടിച്ചിരിക്കുന്നു. സ്ത്രീക്കും പുരുഷനും ജോലിയുണ്ട്, ജീവിത സൗകര്യങ്ങളുണ്ട്, പിന്നെന്തിന് സഹകരിക്കണം, വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകണം, സഹിക്കണം, സഹായിക്കണം എന്നൊക്കെയാണ് ഉയരുന്ന ചോദ്യങ്ങൾ. നമ്മിൽ ആർക്കാണ് ഇത്രമാത്രം ശക്തിയുള്ള ഒറ്റക്കാലുള്ളത്? ഒന്നിപ്പിൻ്റെ ഇടത്തിരുന്നല്ലേ ഇത്തരം തത്വചിന്തകൾ ആധുനിക തലമുറ പ്രസംഗിക്കുന്നത്? ആധുനികതയുടെ ഒറ്റക്കാലും സ്വന്തം കാലും രൂപപ്പെടും മുമ്പ് എത്ര കാലുകൾ ഒന്നിച്ചോടിയിട്ടാണ് ഇവിടെ വരെ എത്തിയതെന്ന് ചിന്തിക്കാറുണ്ടോ? എത്ര പേര് എത്ര പ്രാവശ്യം സ്വന്തമായി വെട്ടിയ വഴിയിൽ തളർന്നു വീണെന്നും ആരൊക്കെ താങ്ങിയാണ് ഇവിടെ വരെ എത്തിയതെന്നും ഓർമ്മയുണ്ടോ? തനിച്ചായിരിക്കുന്നതിലെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും സൃഷ്ടിക്കുന്ന അസ്വാരസ്യങ്ങൾ അത് രോഗാതുരമായി സമൂഹത്തിൽ പടരുകയാണ്. ഏകാന്തത നമ്മിലുണ്ടാക്കുന്ന അഗ്നിപാതങ്ങൾ ചെറുതൊന്നുമല്ല. വികാര വിചാരങ്ങളിൽ അതിസമ്മർദ്ദങ്ങൾ ഉണ്ടാക്കുന്നു. ഭാഷണങ്ങൾ ഇല്ലാതാകുമ്പോൾ ഭാഷകളും വിസ്മൃതിയിലാകുന്നു. പരസ്പരം മുഖം കൊടുക്കാനും ചിരിക്കാനും സംസാരിക്കാനും വിമുഖത പുലർത്തുന്ന നവ യുവത കുടുംബങ്ങളിലും സമൂഹത്തിലും സൃഷ്ടിക്കുന്ന സൈലന്റ് കില്ലിംഗ് തിരിച്ചറിയാൻ വൈകരുത്. ഏകനായിരിക്കുന്നത് നന്നല്ലെന്ന് മനുഷ്യരെക്കുറിച്ചുള്ള ദൈവിക ചിന്തയിൽ പറയുമ്പോൾ നമുക്കായി ഇണയും തുണയും ദൈവം തരുന്നുണ്ട്. യുഗം ഡിജിറ്റലാകുമ്പോൾ നമ്മുടെ ഇണയും തുണയും ജീവിതം എവിടെ എത്തി നിൽക്കുന്നുവെന്ന് ചിന്തിക്കണം. വൈകരുത്. ഇത് ഡിജിറ്റൽ യുഗമാണ്. തോളോട് തോൾ ചേർന്ന് ജീവിച്ചു പോന്ന നാം ഇന്ന് എന്നിൽ തുടങ്ങി എന്നിൽ അവസാനിക്കുന്ന ജീവിതക്രമത്തിലായിരിക്കുന്നു. ചുറ്റുമുള്ളവരും ഉള്ളതുകൊണ്ടാണ് നമ്മളുള്ളതെന്ന് തിരിച്ചറിയണം. പരസ്പരം വെല്ലുവിളികളാകുന്ന ദാമ്പത്യ ജീവിതം ആനുകാലികമായി സാധാരണമാകുന്നു. തട്ടിയും മുട്ടിയും ചേർന്നിരിക്കേണ്ടവർ തച്ചുടയ്ക്കുന്ന അവസ്ഥയിലേക്ക് എത്തുന്ന ആധുനികത സമൂഹത്തിൻ്റെ ദുരന്തം തന്നെയാണ്. ഒന്നിച്ചായിരിക്കുവാൻ വിളിക്കപ്പെട്ടവർ ഒറ്റയ്ക്കിരുന്ന് വീർപ്പുമുട്ടുന്നു. ഓർമ്മ നശിക്കുന്നു. കാരണം ഓർത്തെടുത്ത് ഭാഷിക്കാൻ ചുറ്റും ആളില്ല എന്നത് തന്നെയാണ് അതിന് കാരണം. ഒഴുക്കില്ലാത്ത ജലാശയത്തിൽ അഴുക്ക് അടിഞ്ഞുകൂടുന്നത് പോലെ മനുഷ്യരുടെ ഒറ്റപ്പെടലിൽ മനസ്സിൻ്റെ ഭാരം കൂടുന്നു. രക്തസമ്മർദ്ദം, ഡയബറ്റിക്സ്, സ്ട്രോക്ക്, കുഴഞ്ഞു വീഴുന്ന ആകസ്മികത ഒക്കെ വർദ്ധിക്കുന്നു. സ്നേഹം നിരർത്ഥമാകുന്നത് പോലെ. വാർദ്ധക്യത്തിൻ്റെ വർത്തമാനങ്ങൾ ഭാവിയുടെ വെളിച്ചമായിരുന്നു. ഇന്ന് അവഗണനയുടെ കഥാപാത്രങ്ങളായി മാറ്റി നിർത്തപ്പെടുന്നു. ഉപകാരമില്ലാത്തതിനെ വലിച്ചെറിയുന്ന യൂസ് ആൻഡ് ത്രോയിലെത്തി ജീവിതം. എല്ലാം ഉള്ളപ്പോഴും ആധുനിക മനുഷ്യൻ്റെ മനസ്സ് ശൂന്യതയിലാണ്. സന്മനസ്സും സത്യവും വിശുദ്ധ വിചാരങ്ങളും ഒന്നുമില്ലാത്ത വിധം മനുഷ്യർ വെറും യന്ത്രങ്ങളായി മാറിയിരിക്കുന്നു. ഒന്നിച്ചായിരിക്കുന്നതിൽ നിന്നും ഓടിക്കയറുകയാണ് നാം എന്ന്. ഏകാന്തത നമ്മിൽ സൃഷ്ടിക്കുന്ന രോഗങ്ങൾ അനവധിയാണ്. ദുഃഖത്തെ മാടി വിളിക്കുന്നതാണ് ഏകാന്തത. മറവിയെ പുലുകുന്നതാണ് ഏകാന്തത. വിഷാദം, പക്ഷാഘാതം, ആത്മഹത്യ പ്രവണത, ക്രൂരത എന്നിങ്ങനെ വിവിധങ്ങളായ രോഗങ്ങൾ വേറെയും. ഒന്നിനും ഒരിടത്തും ആളില്ലാത്ത അവസ്ഥ. ആശയും ആശ്രയവും ഇല്ലാത്ത നെടുവീർപ്പുകൾ ശേഷിപ്പാകുന്നു. നമ്മുടെ വികസനമാകട്ടെ ബഹിരാകാശവാസത്തിനും ചന്ദ്രനിൽ സ്ഥലം വാങ്ങുന്നതിനും എത്തി നിൽക്കുന്നു. വാഹന വർക്ക്ഷോപ്പിലെ ലാഘവത്തോടെ അവയവങ്ങൾ മാറ്റിവെക്കപ്പെടുമ്പോഴും ചികിത്സ കിട്ടാത്ത വിധം മനുഷ്യ മനസ്സുകൾ നീറി പുകയുകയാണ്. ഒരു ദീർഘനിശ്വാസത്തോടെ പലരും പറയുന്നത് കേൾക്കാം, നടക്കുമ്പോൾ തന്നെ അങ്ങെടുത്താൽ മതിയായിരുന്നു എന്ന്. നിരാശയുടെ ഒരു പൂർണ്ണ വിരാമം ഈ വാക്കുകളിൽ തെളിയുന്നുണ്ട്. ജീവിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും കൂട്ടാകാനും കൂട്ടിരിക്കാനും ഒപ്പമാകാനും ഒന്നിച്ചാകാനും ഒരിറ്റ് വെള്ളം തരാനും ആരുണ്ടെന്ന നിസ്സഹായതയിൽ പറഞ്ഞു പോകുന്നതാണ് ആ വാക്ക്. ഊന്നുവടികളെ തേടാത്ത വിധം സ്വന്തം കാലിൻ്റെ ശക്തിയെ ഗർവോടെ കാണുന്ന ഇന്നത്തെ
മനുഷ്യരെക്കുറിച്ച് എന്തു പറയാൻ? പടവെട്ടുന്നു, പടികൾ ഉടയ്ക്കുന്നു, പരാശ്രയം പരാജയമാണെന്ന് ആരോ മന്ത്രിക്കുന്നു. ഒറ്റപ്പെടലിന്റെ പിന്നാമ്പുറം അനുഭവിക്കുന്നവർക്കും മാത്രമേ മനസ്സിലാവുകയുള്ളൂ. അത് മനസ്സിലാക്കണമെങ്കിൽ ചുറ്റുമൊന്ന് കണ്ണോടിച്ചാൽ മതി.